എല്ലാവർക്കും സ്വാഗതം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ 157 പ്രവേശിക്കുകയാണ്. 156 വിശ്വാസവും ബുദ്ധിയുടെയും ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. തുടർന്ന് നമ്മൾ 157 അപ്പോൾ 156 പറഞ്ഞ 4-5 കാര്യങ്ങളിൽ ഒന്ന്, നമ്മൾ വിശ്വാസത്തിനെ കുറിച്ചുള്ള വെളിപാടുകൾ നമ്മൾ മനസ്സിൽ സ്വീകരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കാം. പക്ഷെ അതുകൊണ്ട് വിശ്വാസമാവുന്നില്ല. അതിൻ്റെ പ്രബോധന അധികാരത്തിൽ നിന്നത് സ്വീകരിക്കുമ്പോൾ ആ പ്രബോധന അധികാരത്തിൽ നിന്നാണ് അത് വിശ്വാസമായിട്ട് മാറുന്നത്. പിന്നെ അത് നമ്മുടെ യുക്തി കൊണ്ട് വിധേയപ്പെടണം. ആ വിശ്വാസത്തെ നമ്മുടെ യുക്തി വിധേയപ്പെടുന്നതിന് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. അപ്പോൾ ആണ് അത് നമ്മുടെ ആന്തരികമായ ഒരു ദാനമായി മാറുന്നത്. തുടർന്ന് അതിന് ആന്തരികമായ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് ദൈവം തന്നെ ബാഹ്യമായ ഒരടയാളം തന്ന് അതിനെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. ഇത് 4. ഇനി മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കി, ഇതെല്ലാമാണെങ്കിലും ഈ വിശ്വാസം സഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിലും അത് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളും പ്രവചനങ്ങളും സഭയുടെ വളർച്ചയും വിശുദ്ധിയും അവരുടെ ബലപുഷ്ടിയും സ്ഥിരതയും ദൈവാവിഷ്കരണത്തിൻ്റെ ഏറ്റവും ഉറപ്പുള്ളവയും ആക്കി മാറ്റുന്നത് സഭയിലൂടെയാണ്. അത് വലിയൊരു ഘടകമാണ്. ആ സഭ നമ്മുടെ വിശ്വാസത്തിൻ്റെ അമ്മയാണ്. നമ്മൾ മാതാപിതാക്കളിൽ നിന്നാണ് ജനിച്ചതെങ്കിലും വിശ്വാസത്തെ സംബന്ധിച്ച് നമ്മൾ ആത്മീയമായ ജനനം നമുക്ക് ലഭിക്കുന്നത് സഭയിൽ, ആ മാമോദീസ തൊട്ടിലിൽ ആണ്. ആ സഭയിലാണ് നമ്മൾ വളരപ്പെടുന്നത്. നമ്മൾ സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന, മറ്റ് കൂദാശകളിലൂടെ നമ്മൾ വളരുകയും നമുക്ക് അനുദിനം ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നത് സഭയാണ്. അതാണ് മറ്റൊരു വശം. ഇനി ഇത്രയും മനസ്സിലാക്കി നമ്മൾ 157 പ്രവേശിക്കുന്നു. 157 വിശ്വാസം ഉറപ്പുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം ഉറപ്പുള്ളതാണ്. മാനുഷിക ജ്ഞാനത്തെക്കാളെല്ലാം ഉറപ്പേറിയതാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. മാനുഷിക ജ്ഞാനത്തെക്കാളെല്ലാം ഉറപ്പേറിയതാണ് വിശ്വാസം. മാനുഷിക ജ്ഞാനത്തെക്കാളെല്ലാം ഉറപ്പേറിയതാണ് വിശ്വാസം. കാരണം അസത്യം പറയാൻ കഴിയാത്ത ദൈവത്തിൻ്റെ തന്നെ വചനത്തിലാണ് വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 157 വിശ്വാസം ഉറപ്പുള്ളതാണ്. മാനുഷിക വിജ്ഞാനത്തെക്കാളെല്ലാം ഉറപ്പേറിയതാണ് വിശ്വാസം. കാരണം അസത്യം പറയാൻ കഴിയാത്ത ദൈവത്തിൻ്റെ വചനത്തിലാണ് വിശ്വാസം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആരിലാണ് വിശ്വസിക്കുന്നത്? ആരുടെ വചനത്തിലാണ് വിശ്വസിക്കുന്നത്? അസത്യം പറയാൻ കഴിയാത്ത ദൈവത്തിൻ്റെ തന്നെ വചനത്തിലാണ് വിശ്വാസം. നമുക്ക് ചില വചനങ്ങൾ കേൾക്കുമ്പോൾ അതെന്താ അങ്ങനെ പറയണ ദൈവം, അത് ശരിയല്ലല്ലോ, ഇങ്ങനെയൊക്കെ ചിലർ വാദിക്കുമ്പോൾ നമ്മളിത്ര മനസ്സിലാക്കിയാൽ മതി, ആ വചനം അതിൽ തന്നെ സത്യമാണ്. പക്ഷെ അത് മനസ്സിലാക്കുന്നതിനുള്ള നമുക്ക് ഉൾക്കാഴ്ച കിട്ടാഞ്ഞിട്ടാണ്. അസത്യം പറയാൻ കഴിയാത്ത ദൈവത്തിൻ്റെ തന്നെ വചനത്തിലാണ് വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത്. എങ്കിലും ആവിഷ്കൃത സത്യങ്ങൾ ചിലപ്പോൾ മനുഷ്യൻ്റെ യുക്തിക്കും അനുഭവത്തിനും അസ്പഷ്ടമായി തോന്നിയേക്കാം. പ്രൈസ് ദി ലോർഡ്. അതാണ് ആവിഷ്കൃത സത്യങ്ങൾ. ഇപ്പോൾ ഈശോ പറഞ്ഞു, ഞാനാകുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം, എൻ്റെ ശരീരവും ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഇത് കേട്ടപ്പോൾ
അവിടെ കൂടിയിരുന്ന കുറേ ആളുകൾക്ക് എന്തി പറയണത്, ഈ മനുഷ്യൻ്റെ ശരീരം ഭക്ഷിക്കണമെന്നോ ഉണ്ടോ? അപ്പോൾ അതാണ് ഇന്നും ഒരുപാട് ആൾക്കാർ അതല്ലേ പറയണത്. നമുക്ക് ദൈവം വിശ്വാസത്തിലൂടെ അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കി അനുഭവമാക്കിയത് കൊണ്ടല്ലേ. ഇപ്പം നമ്മൾ ചിലർ കുറ്റം പറയിട്ട് കാര്യമില്ല, അവർക്കത് മനസ്സിലാവുന്നില്ലെന്നേ. അതെന്തീ പറയണത്, എങ്ങനെ ഈ ശരീരം ഭക്ഷിക്കുക എന്ന് പറയണേ? ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ പറഞ്ഞു എന്ന് ആ കുട്ടി പറയുകയാണ്. ടീച്ചർ പറഞ്ഞു, ഈ അപ്പം എടുത്തിട്ട് യേശു പറയാണ് ഇതെൻ്റെ ശരീരമാണെന്ന്. യേശു അവിടെ നിൽക്കല്ലേ, പിന്നെ എങ്ങനെയാ ഈശോ പറയണേ ഇതെൻ്റെ ശരീരമാണെന്ന്? അപ്പോൾ ഈശോ അത് ഒരു സിംബോളിക്കായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരു റിലീജിയൻ ടീച്ചർ പറയുന്നതാണ്. അപ്പോൾ അവരാ കാത്തലിക് ഡോക്ടറിൻ അല്ലായിരിക്കാം അവർ പഠിച്ചിട്ടുള്ളതേ. അപ്പോൾ ആ കൊച്ചു വീട്ടിൽ വന്ന് അമ്മയോട് പറയാണ്, ഇന്ന് ടീച്ചർ പഠിപ്പിച്ചത് എന്താണെന്നോ അമ്മ ചോദിച്ചപ്പോൾ ഇന്ന് ഇതാ പഠിപ്പിച്ചത്. ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ ഒരു സാധനം എടുത്തിട്ട് കാണിച്ചിട്ട് യേശു അവിടെ നിന്നുകൊണ്ട് ഈ അപ്പം കയ്യിലെടുത്തിട്ട് പറഞ്ഞ് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ ഈശോ തന്നെ അവിടെ ശരീരമായിട്ട് നിൽക്കുകയല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പറയണേ? അപ്പം അത് വെറും സിംബോളിക്കാണ്. അപ്പം അത്രേ അവർക്കത് മനസ്സിലായിട്ടുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വലിയൊരു വെല്ലുവിളിയാണ് ഈ ദൈവാവിഷ്കരണങ്ങൾ മനസ്സിലാക്കിയ ഒരു റിലീജിയൻ ടീച്ചർ ഉണ്ടാകുക എന്നുള്ളതില്ല. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ അർത്ഥം? അസത്യം പറയാൻ കഴിയാത്ത ദൈവത്തിൽ. അപ്പോൾ കഫർനഹൂമിലെ സിനഗോഗിൽ ഈശോ ഇത് പറഞ്ഞപ്പോൾ ഒരുപാട് ശിഷ്യന്മാർ, ഈശോയുടെ ശിഷ്യന്മാർ തന്നെ പറഞ്ഞു ഇത് കഠിനമാണ്, ഇത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ വിട്ടുപോയി. ഇപ്പം ഞാനൊരു നാടകീയമായിട്ട് ചിന്തിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മാമ്മ ഈശോയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ ഗുരു, അതങ്ങ് മാറ്റി പറയും, അവരെയും കൂടി ഇങ്ങ് കൂട്ടച്ചേർക്കാം, നമുക്ക് എന്തെങ്കിലും ഒരു ഭേദഗതി ചെയ്തേ ഒന്ന് അവരെ വിട്ട് കളയണ്ട, അവരിങ്ങോട്ട് വരട്ടെ, ഒന്ന് മാറ്റി പറയാൻ ഈശോന് പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? അതാണ് ഇവിടെ അസത്യം പറയാൻ കഴിയില്ല. ഈശോ പറയുന്ന കാര്യത്തെ ഈശോന് മാറ്റി പറയാൻ പറ്റുമോ? ഞാനാകുന്നു, അതാണ് 7 ഞാനാകുന്നു എന്നുള്ള ആ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 7 I am saying, അത് ഈശോന് മാറ്റി പറയാൻ പറ്റുമോ? അപ്പോൾ ശരിക്കും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അസത്യം പറയാൻ കഴിയാത്ത ദൈവത്തിൻ്റെ തന്നെ വചനത്തിലാണ് വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. അപ്പോൾ അത് അപ്പമല്ല, അത് ഞാനാണ്, ഞാൻ ക്രിസ്തു ആവുന്നു. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാമത്. കത്തോലിക്ക സഭയുടെ കേന്ദ്ര ബിന്ദുവാണത്. എന്നാൽ അത്രയും വലിയ ആ ദൈവാവിഷ്കരണം, ആവിഷ്കൃത സത്യങ്ങൾ ചിലപ്പോൾ മനുഷ്യൻ്റെ യുക്തിക്കും അനുഭവത്തിനും അസ്പഷ്ടമായി തോന്നിയേക്കാം. എന്തോരം യുക്തിവാദികളുണ്ട്, യുക്തിയിൽ വളരെ കഴിവുള്ളവരും, പക്ഷെ അവർക്കത് മനസ്സിലാവുന്നില്ല. പ്രൊട്ടസ്റ്റന്റുകാരിൽ വളരെ യുക്തിയും അറിവും കഴിവും ആത്മീയമായ രഹസ്യങ്ങൾ അറിയുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അവർക്കത് മനസ്സിലാവുന്നില്ല. ഒരു കുറ്റം പറയല്ല, ആ ദൈവാവിഷ്കരണം അവർക്ക് പിടിയിട്ടുന്നില്ല. അതെന്താ അതിൻ്റെ അർത്ഥം കണ്ടോ? ഇനി അടുത്തത് കേട്ടോ. എന്നാലും ദൈവിക പ്രകാശം പ്രദാനം ചെയ്യുന്ന ഉറപ്പ് മനുഷ്യൻ്റെ സ്വാഭാവിക ബുദ്ധിയുടെ വെളിച്ചം പ്രദാനം ചെയ്യുന്ന ഉറപ്പിനേക്കാൾ മഹത്തരമാണ്. 31 സെന്റ് തോമസ് അക്വിനാസ്
സുമ്മ തിയോളജി. ദൈവിക പ്രകാശം പ്രദാനം ചെയ്യുന്ന ഉറപ്പ് മനുഷ്യന്റെ സ്വാഭാവിക ബുദ്ധിയുടെ വെളിച്ചം പ്രദാനം ചെയ്യുന്ന ഉറപ്പിനേക്കാൾ മഹത്തരമാണ്. എന്ന് ചിന്തിച്ചേ, മനുഷ്യന്റെ സ്വാഭാവിക ബുദ്ധി പ്രദാനം ചെയ്യുന്ന ഉറപ്പിനേക്കാൾ മഹത്തരമാണ്. ഈശോ പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം, ദൈവം നുണ പറയാൻ പറ്റില്ല. അസത്യം പറയാൻ കഴിയാത്ത ദൈവത്തിൻ്റെ തന്നെ വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈശോ അത് പറയുന്നത് അസത്യമല്ല എന്നെങ്കിലും മനസ്സിലാക്കിയിട്ട്, പക്ഷെ അത് നമുക്ക് മനസ്സിലാവുന്നില്ല. അവിടെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. അടിസ്ഥാനപരമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം കർത്താവ് ഈശോ മിശിഹ അരുളി ചെയ്യുന്നത് ഒരിക്കലും അസത്യം പറയാൻ പറ്റില്ല. അവിടെയാണ് കോൺട്രവേഴ്സി. അവിടെയാണ് ഫരിസേയരും നിയമജ്ഞരും യേശു പറയണത് വിശ്വസിക്കുന്നുമില്ല. അവർ പറയാണ്, ഇവൻ എന്തീ പറയണത്? അവർക്കത് മനസ്സിലാവുന്നുമില്ല. അവരത് സത്യമാണെന്നും വിശ്വസിക്കുന്നില്ല. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യം എന്താണ്? നമുക്ക് അത് കൃത്യമായിട്ട് ഉറപ്പാണ്, അത് സത്യമാണ്. പക്ഷെ ചിലപ്പോൾ മുഴുവനും മനസ്സിലായിട്ടില്ല. അതാണ് ആവിഷ്കൃത സത്യങ്ങൾ ചിലപ്പോൾ മനുഷ്യന്റെ യുക്തിക്കും അനുഭവത്തിനും അസ്പഷ്ടമായി തോന്നിയേക്കാം. പക്ഷെ എങ്കിലും നമ്മൾ വിശ്വസിക്കുന്നു, കർത്താവല്ലേ പറഞ്ഞേക്കണം. അപ്പോൾ കണ്ടോ, വിശ്വാസത്തിൻ്റെ ഉറപ്പിൻ്റെ ഡെവലപ്മെൻ്റാണ് നമ്മൾ. അപ്പോൾ ഇനിയും നമ്മളിൽ ഈശോയുടെ വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, നമ്മൾ നോക്കുമ്പോൾ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇത്രയും വിശ്വസിക്കണം, ഈശോ അസത്യം പറയാൻ കഴിയാത്തവനാണ് ദൈവം, ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഒന്നുകൂടി, എന്നാലും ദൈവീക പ്രകാശം പ്രദാനം ചെയ്യുന്ന ഉറപ്പ്, ദൈവീക പ്രകാശം പ്രദാനം ചെയ്യുന്നു. എവിടെ നിന്നാണ് ആ ദൈവിക പ്രകാശം വരുന്നത്? ഈ ദൈവത്തിൻ്റെ വചനത്തിൽ. ദൈവത്തിൻ്റെ വചനം ചുരുളഴിയുമ്പോൾ വെളിപാട് വരുന്നു എന്ന് നമ്മൾ 119 സങ്കീർത്തനത്തിൽ 29 30 വചനത്തിൽ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ചുരുളഴിയുമ്പോൾ പ്രകാശം വരുന്നു എന്ന പോലെ ആ ദൈവിക പ്രകാശം പ്രദാനം ചെയ്യുന്ന ഉറപ്പ് മനുഷ്യൻ്റെ സ്വാഭാവിക ബുദ്ധിയുടെ വെളിച്ചം പ്രദാനം ചെയ്യുന്ന ഉറപ്പിനേക്കാൾ മഹത്തരമാണ്. സ്വാഭാവിക ബുദ്ധി ഒരു ഉറപ്പ് പ്രദാനം ചെയ്യുന്നു, ദൈവത്തിൻ്റെ പ്രകാശനം പ്രദാനം ചെയ്യുന്ന ഉറപ്പ് വേറൊന്നു. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കണം, കേൾക്കണം. ഓരോ വിശുദ്ധ കുർബാനയിലും ആ കുർബാന സമയത്ത് അത് കേൾക്കുകയും അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോഴുമാണ് ഏറ്റവും പ്രകാശമാനമാകുന്നത്. 10,000 വൈഷമ്യങ്ങൾക്ക് പോലും ഒരു സംശയം ജനിപ്പിക്കാൻ സാധ്യമല്ല. വിശുദ്ധ ജോൺ ഹെൻറി കാർഡിനൽ ന്യൂമാൻ 10,000 വൈഷമ്യങ്ങൾക്ക് പോലും ഒരു സംശയം ജനിപ്പിക്കാൻ സാധ്യമല്ല. അത്രയ്ക്ക് ഉറപ്പുള്ളതാണ് വിശ്വാസം, ഇല്ലേ? അതാണ് നമ്മുടെ വിശ്വാസം, അതാണ് കത്തോലിക വിശ്വാസം. ലോകം 10,000 അല്ല, 1,00,000 പേര് പറയുകയാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് തന്നിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ഉറപ്പിനെ ഒരു സംശയം ജനിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ ഉറച്ചതാണ് നമ്മുടെ വിശ്വാസം. ഇപ്പോൾ കാർഡിനാൾ ന്യൂമാൻ ഒരു ആംഗ്ലിക്കനായിരുന്നു, അദ്ദേഹം കത്തോലിക്കനായത് അദ്ദേഹമാണ് തോമസ് അക്വിനാസിൻ്റെ സുമ്മ തിയോളജി കറ്റേന ഔറയ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ആ ട്രാൻസ്ലേഷനിലൂടെയാണ് അദ്ദേഹം മനസ്സിലാക്കി, ഇത്രയും മനോഹരമാണോ ഈ കത്തോലിക്ക ബൈബിൾ വ്യാഖ്യാനമെന്ന്. അങ്ങനെയാണ് അദ്ദേഹം കത്തോലിക്ക സഭയിലേക്ക് ചേർന്നത്. മറ്റൊരു ഉദാഹരണം നമുക്ക് സെയിൻറ്റ് തോമസ് മൂർ. ഇംഗ്ലണ്ടിലെ എല്ലാ അച്ഛന്മാരും, എല്ലാ പിതാക്കന്മാരും, എല്ലാ ക്രിസ്ത്യാനികളും രാജാവിൻ്റെ ഭാഗം ചേർന്നു.
സഭയ്ക്കെതിരെ നിന്നുകൊണ്ട്. പക്ഷേ തോമസ് മൂറ് മാത്രം തൻ്റെ മനസാക്ഷി അനുസരിച്ച് സഭ പറയണതാണ് ശരി. അതാണ് 10,000 പോയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കൃത്യമായ ബോധ്യമാണ് സഭ പറയണതാണ് ശരി. അതിനുവേണ്ടി ഒരു രക്തസാക്ഷിയാകേണ്ടി വന്നു. എന്നെ കൊന്നോളൂ, എനിക്കത് മാറ്റാൻ പറ്റില്ല. വിശ്വാസത്തിൻ്റെ ഉറപ്പാണത്. സഭയുടെ പൈതൃകം, സഭയിലെ അനേകായിരം രക്തസാക്ഷികൾ അതിനുവേണ്ടിയല്ലേ അവർ മരിച്ചത്. ആദിമസഭയിലും എല്ലാ അപ്പസ്തോലന്മാരും, ബർത്തലോമിയോ എൻ്റെ അകത്ത് വളരെയധികം ചൈതന്യം തന്ന ഒരു അപ്പസ്തോലനാണ്. എനിക്കറിയില്ല, ബർത്തലോമിയോട് പറഞ്ഞു, നിന്റെ തോലി ഉലിയും ജീവനോടെ എണ്ണയിൽ മുക്കും, നീ ഇതിന്ന് മാറോ? മാറും. ഇല്ല, എനിക്ക് മാറാൻ പറ്റില്ല. എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് ഈശോ മിശിഹായിലുള്ള ഉറപ്പ്. അങ്ങനെ അത് പറഞ്ഞ് അവർ ബർത്തലോമിയോയുടെ തൊലി ഉലിഞ്ഞ്, ജീവനോടെ തൊലി ഉലിഞ്ഞ് മാറ്റി. അപ്പോഴും ബർത്തലോമിയോ പറഞ്ഞു, എനിക്ക് നല്ല ഉറപ്പാണ്, ഞാൻ വിശ്വസിക്കുന്നതാണ് കൃത്യം, എനിക്ക് വിശ്വാസം മാറാൻ പറ്റില്ല. പറയാൻ പറ്റില്ലല്ലേ? നിന്നെ ഇപ്പൊ തിളക്കുന്ന എണ്ണയിൽ മുക്കിക്കോളൂ. ഞാൻ എൻ്റെ നാഥന് വേണ്ടി, എൻ്റെ നാഥനിലുള്ള, എൻ്റെ യേശുവിലുള്ള അചഞ്ചലമായ ആ വിശ്വാസത്തിനെ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ അതിന് തയ്യാറാണ്. അങ്ങനെ ബർത്തലോമിയോയെ അവർ തിളയ്ക്കുന്ന എണ്ണയിൽ മുക്കിക്കൊല്ലുകയാണിത്. ഇത് ഇങ്ങനെ നമ്മൾ സഭയുടെ ചരിത്രം മുഴുവനും പഠിക്കുമ്പോൾ എന്തോരം നമ്മളേറ്റവും പ്രിയപ്പെട്ട സെബസ്ത്യാനോസിനെ ഡബിൾ മാർട്ടിയർ എന്നാണ് പറയുന്നത്. സെബസ്ത്യാനോസ് രാജാവിൻ്റെ, അതായത് പട്ടാള ക്യാമ്പിൽ ഈശോയെ പറയാൻ തുടങ്ങി. എടോ, സെബസ്ത്യാനോസിനെ അമ്പെയ്ത് കൊന്നു, കടലിൽ വലിച്ചെറിഞ്ഞു. പക്ഷേ കടൽ തുപ്പി, അതായത് കരയ്ക്കടിഞ്ഞപ്പോൾ ആ കടപ്പുറത്ത് ഒരു വൃദ്ധയായ സ്ത്രീ വലിച്ചു കൊണ്ടുവന്ന് അവരുടെ കുടിലിൽ കിടത്തി മരുന്നൊക്കെ വെച്ച് കെട്ടി സെബസ്ത്യാനോസിനെ വീട്ടിൽ ജീവിച്ചു. ഒരു ദിവസം രാജാവ് നോക്കണം, ഇവനല്ലേ കൊന്നത്, ഇവന്റെ വീണ്ടും യേശുവിനെ പ്രഘോഷിച്ചുകൊണ്ട് നടക്കുന്നു, പിടിക്കണം അവനെ ഗത കൊണ്ട് അടിച്ചു കൊല്ലാൻ. അപ്പോൾ വിശ്വാസം വർദ്ധിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ ഉറപ്പിന് വേണ്ടി ഓരോ മനുഷ്യരിലും ഉണ്ടായ ഈ അത്ഭുത സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അത് പഠിക്കണം. എത്ര ബോധ്യമുണ്ടായതുകൊണ്ടാണ്. അതാണ് ഹെൻറി ന്യൂമാൻ പറയുന്നത്, ഒരു 10,000 വൈഷമ്യങ്ങൾക്ക് പോലും ഒരു സംശയം ജനിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഉറപ്പുള്ളതാണ് വിശ്വാസം. അതാണ് വിശ്വാസം. സംശയം ഉണ്ടായില്ല, അതുപോലെ ഉറപ്പിക്കാൻ പറ്റും. പ്രൈസ് ദ ലോർഡ്. നമ്മളിനി അതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന 2088 158 പോകണം. വിശ്വാസം, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ വിശ്വസിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ്. 2058 വിവേകത്തോടും ജാഗ്രതയോടും കൂടെ നമ്മുടെ വിശ്വാസത്തെ പോഷിപ്പിക്കാനും സംരക്ഷിക്കാനും അതിന് വിരുദ്ധമായിട്ടുള്ള എന്തിനേയും പരിത്യജിക്കാനും പ്രഥമ കൽപ്പന നമ്മോട് ആവശ്യപ്പെടുന്നു. അതാണ് 1-ാം പ്രമാണത്തെക്കുറിച്ചാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടും നിൻ്റെ പൂർണ്ണാത്മാവോടും നിൻ്റെ പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. അതിൽ ഒരു ഘടിക ഇതാണ്, വിവേകത്തോടും ജാഗ്രതയോടും കൂടെ നമ്മുടെ വിശ്വാസത്തെ പോഷിപ്പിക്കാനും, അതാണ് വിശ്വാസത്തെ നമ്മൾ വളർത്തണം, സംരക്ഷിക്കാനും അതിന് വിരുദ്ധമായിട്ടുള്ള എന്തിനേയും പരിത്യജിക്കാനും
പ്രഥമ കൽപ്പന നമ്മോട് ആവശ്യപ്പെടുന്നു. വിശ്വാസത്തിനെതിരായി പാപം ചെയ്യാൻ പല രീതികളുണ്ട്. വിശ്വാസത്തിനെതിരായി പാപം ചെയ്യാൻ പല രീതികളുണ്ട്. ഇതാണ് അടുത്ത് പറയുന്നത്, മനഃപൂർവമായ സംശയം. അതാണ് വിശ്വാസത്തെ സംബന്ധിച്ച ദൈവം വെളിപ്പെടുത്തിയതും വിശ്വസിക്കാൻ സഭ നിർദ്ദേശിക്കുന്നതുമായ കാര്യങ്ങളെ സത്യമായി പരിഗണിക്കാതിരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നത് അതാണ് മനഃപൂർവമായ സംശയം. അതൊരു പാപമാണ്. മനഃപൂർവമായ സംശയം. എന്താണ് ആ പാപം? വിശ്വാസത്തെ സംബന്ധിച്ച ദൈവം വെളിപ്പെടുത്തിയതും വിശ്വസിക്കാൻ സഭ നിർദ്ദേശിക്കുന്നതുമായ കാര്യങ്ങളെ സത്യമായി പരിഗണിക്കാതിരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നത്. ഇനി മനഃപൂർവമല്ലാത്ത സംശയം വിശ്വസിക്കുന്നതിലെ ശങ്കയെയോ വിശ്വാസത്തെ സംബന്ധിച്ച എതിർവാദങ്ങളെ കീഴടക്കുന്നതിലുള്ള പ്രയാസത്തെയോ അതിൻ്റെ അസ്പഷ്ടതയാൽ ഉണർത്തപ്പെടുന്ന ആകുലതയെയോ സൂചിപ്പിക്കുന്നു. സംശയത്തെ മനഃപൂർവ്വം വളർത്തിയാൽ അത് ആത്മീയമായ അന്ധതയിലേക്ക് നയിക്കും. ഞാനിവിടെ ഇതിനെ ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ അപകടമാണത്. നമ്മൾ വിശ്വാസത്തിൽ കുറഞ്ഞ കുറേ സിദ്ധാന്തങ്ങളെ അവർ പറയുമ്പോൾ നമ്മൾ അതിനെതിരെ ഒരുപാട് വാദിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല, ദൂഷ്യമാണ്. അവർ പറയുന്ന അടിസ്ഥാനമില്ലാത്ത ആ തെറ്റായിട്ടുള്ള പ്രബോധനങ്ങൾ നമ്മുടെ മനസാക്ഷിയിലേക്ക് കയറി നമ്മുടെ മനസാക്ഷിയെ മലിനമാക്കും. ഇപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട്, ബദറെ അവരിങ്ങനെയൊക്കെ പറയണം, അവർക്കെതിരെ ഞാൻ എന്ത് പറയണം? ഞാൻ പറഞ്ഞു, ഒന്നും പറയണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ പ്രൊട്ടസ്റ്റൻ്റുകാരെന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ നമ്മൾ അവരെ കുറ്റം പറയല്ല, ഇത് മനസ്സിലാക്കണം. പ്രൊട്ടസ്റ്റ് എന്ന് ചെയ്യാന്നുള്ളതാണ് അവരുടെ അജണ്ട. അതുകൊണ്ട് നമ്മൾ കത്തോലിക്കരെ കാണുമ്പോൾ ഉടനെ അവൻ പ്രൊട്ടസ്റ്റ് ചെയ്യും. എന്തൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യും? കുർബാനയെക്കുറിച്ച്, മാതാവിനെക്കുറിച്ച്, മാർപ്പാപ്പയെക്കുറിച്ച്. ഇത് അവരുടെ സ്റ്റാൻഡാണ്. അതിന് എതിരായിട്ട് നമ്മൾ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. അവർക്കറിയാം നമ്മുടെ സ്റ്റാൻഡ് എന്താന്ന്. അപ്പോൾ ഞാൻ പറയും, എൻ്റെ സഹോദര, ഞാൻ പറഞ്ഞതുകൊണ്ട് എൻ്റെ സഭ മാറുമോ? നീ മാറി പറഞ്ഞതുകൊണ്ട് നിൻ്റെ സഭയുടെ ഡോക്ട്രിൻ മാറുമോ? മാറ്റാൻ പറ്റുമോ? ഇപ്പം നിനക്ക് മനസ്സിലായി എൻ്റെ ഡോക്ട്രിൻ ശരിയല്ല, നിനക്ക് മാറ്റാൻ പറ്റുമോ? ഞാൻ പറയുകയാണ്, അത് എൻ്റെ സഭയുടെ ഡോക്ട്രിൻ മാറ്റണമെന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റുമോ? ഇതാർക്കും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ഇതിനെക്കുറിച്ച് തർക്കിക്കണേ? അത് ശരിയാണല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് പ്രാർത്ഥിക്കും. ഒരിക്കലൊരു ധ്യാനത്തിൽ ഒരു സഹോദരി പറയാണ്, എനിക്ക് വിശുദ്ധ കുർബാനകളിലുള്ള വിശ്വാസമില്ലാണ്ടായി. ഞാൻ പറഞ്ഞു, അത് ഭയങ്കര പാപമാണ്. എന്നിട്ട് അവർ പറയാണ്, ഞാൻ ഒരിക്കൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ അത് കയ്യിൽ വെച്ചുകൊണ്ടുവന്ന് പുസ്തകത്തിൻ്റെ അകത്ത് വെച്ചു. ദൈവമേ, എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ച്, നിങ്ങൾ ആരാ, എന്താ? അപ്പോൾ അവരൊരു നേഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പളാണ്. കണ്ടോ, ബുദ്ധിയും ബോധ്യവും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അതൊന്ന് പ്രാർത്ഥിച്ച് ബ്രദർ. അപ്പോൾ അവർക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി, ഇതിൽ നിന്നത് രക്ഷപ്പെടണം, അതിനുവേണ്ടിയാണ് വന്നത്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് ആ ഒരു നേഴ്സിംഗ് കോളേജിൽ പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലെ ഒരു ദൃശ്യമാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളൊരു പ്രൊട്ടസ്റ്റൻ്റ് നേഴ്സിംഗ് കോളേജിലാണ് പഠിച്ചതില്ലേ? അതെ. അപ്പോൾ അവരവിടെ തർക്കിക്കുകയാണ്. എല്ലാവരും പ്രൊട്ടസ്റ്റൻ്റുകാരാണ്, ഇവരൊരാൾ മാത്രമേ കത്തോലിക്കായിട്ടുള്ളൂ. അപ്പോൾ അന്ന് ഇതിനെക്കുറിച്ച് അവരോട് തർക്കിച്ച് അവർ പഠിപ്പിക്കാൻ ശ്രമിച്ചുല്ലേ? ശരിക്കും നല്ല ഓർമ്മയുണ്ട്. അവരെൻ്റെ അടുത്ത് വന്നുകൊണ്ട് എന്നെ എപ്പോഴും തർക്കിക്കും. വിശുദ്ധ കുർബാനയിൽ കുറിച്ചും മാതാവിനെ കുറിച്ചും
ഞാൻ എപ്പോഴും തർക്കിച്ച് അവരിരുത്താൻ നോക്കും, പക്ഷെ അവരെന്ത് ചെയ്താലും അവർ സമ്മതിക്കില്ല. അപ്പോൾ ഇതാണ് ഒരു ഫിലോസഫിക്കൽ നോട്ട്. ഇതാണ്, വാട്ട് യു റെസിസ്റ്റ് വിൽ പെർസിസ്റ്റ്. നീ എന്തിനെ തർക്കിച്ച് വിരുദ്ധിക്കുന്നുവോ അത് നിന്നിൽ വേരുപാകാൻ സാധ്യതയുണ്ട്. വാട്ട് യു റെസിസ്റ്റ് മേ പെർസിസ്റ്റ്. ഇപ്പം എന്ത് സംഭവിച്ചു? വർഷങ്ങൾക്ക് ശേഷം അവർ എന്ത് കാര്യത്തിന് വിരുദ്ധമായിട്ട് അവരോട് പറഞ്ഞ് അടിച്ച് ഇരുത്താൻ നോക്കിയോ, ആ കാര്യം അവർ പറഞ്ഞതും കൂടി ചേർത്ത് ഇവരുടെ അകത്ത് കിടക്കണോ? അതാണ് വിശുദ്ധീകരണ പ്രാർത്ഥനയുടെ ആവശ്യം. വ്യക്തിപരമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിൽ അതിലെഴുതിയിട്ടുണ്ട്, പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം പിഴുതെറിയണേ. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് തർക്കിക്കരുത്. നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. തർക്കിച്ചത് കൊണ്ട് ഒരാളിൽ വിശ്വാസം വരില്ല. നമ്മൾ ബുദ്ധിപൂർവം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതറിയാൻ താല്പര്യമുള്ളവരോട് സംസാരിക്കാം. താല്പര്യമില്ലാത്തവരോട് അതിനെ പറഞ്ഞ് തർക്കിച്ചിരുത്തിയിട്ട് കാര്യമില്ല. ഇപ്പോൾ അവർക്ക് മനസ്സിലായി എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ഞാൻ ആ വിശുദ്ധീകരണ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ചു കൊടുത്തു. കർത്താവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ആ കാലഘട്ടങ്ങളിൽ ഞാൻ അവരോട് തർക്കിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അതോടൊപ്പം അവരിങ്ങോട്ട് തർക്കിച്ച് പറഞ്ഞ കാര്യങ്ങളെ എൻ്റെ മനസാക്ഷിയിൽ കയറിയിരിക്കുന്നു. അതാണ് ഈശോ പറഞ്ഞു, ദൈവം പറഞ്ഞു ആദത്തിനോട് ഹവ്വയോടും, ഇത് നിങ്ങൾ ഭക്ഷിക്കരുത്, ഇന്നത് ഭക്ഷിക്കരുത്, അത് ഭക്ഷിക്കുന്ന നിമിഷം നിങ്ങൾ മരിക്കും. പക്ഷെ അവർക്കത് അറിയാമായിരുന്നു. പിശാചിനോട് അവർ പറഞ്ഞു, അയ്യോ അത് ഞങ്ങൾ ഭക്ഷിക്കില്ല, അത് ഭക്ഷിച്ചാൽ ഞങ്ങൾ മരിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് പിശാച് പറഞ്ഞു, ഇല്ല, നിങ്ങൾ മരിക്കില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാവും. കണ്ടോ? അപ്പോൾ അവരുടെ അകത്തുണ്ടായിരുന്ന ആ നല്ല വിശ്വാസത്തിൻ്റെ ബോധ്യത്തിൻ്റെ മുകളിൽ തെറ്റായ ഒരു ബോധ്യം വന്നു. അതിനെ ടാർണിഷ്. അവരുടെ വിശ്വാസത്തിന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അവർ ഈ ചർച്ചയ്ക്കേ പോകില്ലായിരുന്നു. പിശാചിനോട് ചർച്ച ചെയ്യേണ്ട വല്ല ആവശ്യം കിട്ടോ? പോയിന്റ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ നോട്ടം മാറി. അത് രുചികരവും കണ്ണിന് കൗതുകവും എല്ലാമാണെന്ന് തോന്നി അവരത് പറിച്ചു. അപ്പോൾ അവിടെ ആ വാഗ്വാദത്തിൽ പ്രവേശിച്ചതല്ലേ പ്രശ്നമായത്. അതാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം, എന്നാലും വാഗ്വാദത്തിലൂടെ അല്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, വിശ്വാസത്തെ സംബന്ധിച്ച് ദൈവം വെളിപ്പെടുത്തിയതും വിശ്വസിക്കാൻ സഭ നിർദ്ദേശിക്കുന്നതുമായ കാര്യങ്ങളെ സത്യമായി പരിഗണിക്കാതിരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നതാണ് മനഃപൂർവമായ സംശയം. അപ്പോൾ ഇവിടെ ഈ സഹോദരിക്ക് പിന്നെ ഉണ്ടായ അവസ്ഥ ഇങ്ങനെ വന്നിട്ട്, ഞാൻ അതിനെ ഈ വിശുദ്ധീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് കുറച്ച് സമയം അപ്പം തന്നെ അവൾ ആളെ കൈ കിട്ടിയതുകൊണ്ട് അപ്പം തന്നെ ഇരുത്തി, ഈശോയെ, പരിശുദ്ധാത്മാവേ, ആ ബോധ്യങ്ങളെ പിഴുതു മാറ്റണേ എന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ വഴി അവരങ്ങ് കണ്ണുനീരൊഴുക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇപ്പം പോയി കുമ്പസാരിച്ചോ. അങ്ങനെ അപ്പം തന്നെ ഒരച്ഛനെ കണ്ടുപിടിച്ച് കുമ്പസാരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അന്ന് വിശുദ്ധ കുർബാനയിൽ അവർ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അപ്പോൾ വളരെ വലിയ ആളുകളിൽ പോലും ഈ വിശ്വാസത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ കാണുന്നുണ്ട്. വളരെ വിശ്വാസ പ്രഘോഷണം നടത്തിയിരുന്നവരും പലരും നമ്മൾ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് മാറാനുള്ള കാരണം അത് ഉറപ്പിക്കാത്തത് കൊണ്ടാണ്. 158 പ്രവേശിക്കുകയാണ്. 158 ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും അവിടുന്ന് വെളിപ്പെടുത്തിയ സത്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ആഗ്രഹിക്കുക സ്വാഭാവികമാണ്.
പ്രൈസ് ദി ലോർഡ്. അതാണ് നിങ്ങളെല്ലാവരും. വിശ്വാസം യുക്തി അന്വേഷിക്കുന്നു. അതാണ് നമ്മളീ പഠിക്കുന്നത്. ചുമ്മാ അങ്ങ് പഠിക്കുകയല്ല, നമ്മൾ യുക്തിയിലൂടെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് ഒരു പഠനം നടത്തുകയാണ്. വിശ്വാസം യുക്തി അന്വേഷിക്കുന്നു. സെയിന്റ് ആൻസലേം, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും അവിടുന്ന് വെളിപ്പെടുത്തിയ സത്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും അവിടുന്ന് വെളിപ്പെടുത്തിയ സത്യങ്ങൾ, അവിടെയാണ് പ്രാധാന്യം. അതാണ് പ്രബോധനങ്ങളിൽ. അവിടുന്ന് വെളിപ്പെടുത്തിയ വിശ്വാസ സത്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. അത് വിശ്വാസത്തിൻ്റെ ഒരു സ്വഭാവമാണത്. വിശ്വാസം യുക്തി അന്വേഷിക്കുന്നു. വിശ്വാസ വിഷയങ്ങളിൽ കൂടുതൽ ആഴമായ അറിവ് ദൃഢതരമായ വിശ്വാസത്തിന് വഴിയൊരുക്കുന്നു. സ്നേഹാഗ്നിയിൽ ഉപരി ജ്വലിക്കുന്ന ഒരു വിശ്വാസമായി ഇത് ഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൻ്റെ കൃപാവരം ഹൃദയനേത്രങ്ങളെ, എഫെസസ് 1:18, ഹൃദയനേത്രങ്ങളെ, നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള വാക്യം. വിശ്വാസത്തിൻ്റെ കൃപാവരം ഹൃദയനേത്രങ്ങളെ വെളിപാടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള സജീവമായ ബോധ്യത്തിലേക്ക് തുറക്കുന്നു. സജീവമായ ബോധ്യത്തിലേക്ക് തുറക്കുന്നു. അതായത് മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചും പ്രസ്തുത രഹസ്യങ്ങൾക്ക് പരസ്പരം ആവിഷ്കൃത സത്യത്തിൻ്റെ കേന്ദ്രമായ മിശിഹായോടുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള സജീവ ബോധ്യത്തിലേക്ക് ഹൃദയനേത്രങ്ങളെ തുറക്കുന്നു. ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആഴം ഉപരി വർദ്ധിപ്പിക്കുന്നതിന് പരിശുദ്ധാത്മാവ് തൻ്റെ ദാനങ്ങൾ വർഷിച്ചുകൊണ്ട് വിശ്വാസത്തെ നിരന്തരം പൂർണ്ണമാക്കുന്നു. എന്നിട്ട് വീണ്ടും വിശുദ്ധ അഗസ്തീനോസ് വിശ്വസിക്കാൻ വേണ്ടി ഗ്രഹിക്കുക, ഗ്രഹിക്കാൻ വേണ്ടി വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് നന്ദി പറയാം. നമ്മൾ ഇന്ന് പഠിച്ചത് വിശ്വാസത്തിൻ്റെ ഉറപ്പിനെ കുറിച്ചാണ്. അസത്യം പറയാൻ കഴിയാത്ത ദൈവത്തിൻ്റെ വചനത്തിലാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. നമ്മൾ ഉദാഹരണം കഫർനാമിലെ സിനഗോഗിൽ ഈശോ പ്രസംഗിച്ചതും ശിഷ്യന്മാർക്ക് തന്നെ സ്വീകരിക്കാൻ പറ്റാതെ പുറത്തു പോയതും. അവർക്ക് എന്താ സ്വീകരിക്കാൻ പറ്റാഞ്ഞത്? ഈ പറയുന്നത് അസത്യം പറയാൻ പറ്റാത്ത വചനമാണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിൽ അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട അതാണ്. നമുക്ക് ഈ ബോധ്യത്തോടെ നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.